കേരളത്തിലെങ്ങും UDF ഒറ്റക്കെട്ടായി മത്സരിക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇതേ മുന്നണിയിലെ ലീഗും കോൺഗ്രസും ബദ്ധവൈരികളാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഇവിടെ കോൺഗ്രസിന്റെ മിത്രങ്ങൾ CPIM ആണ്. ജനകീയ മുന്നണിയായി കോൺഗ്രസും CPM-ഉം ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മറുവശത്ത് ലീഗ് ഒറ്റയ്ക്കാണ് പോരാടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി മത്സരിക്കുന്ന ലീഗിന്റെ മതചേരിയെ തോൽപ്പിക്കാനാണ് മത്സരമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്, പഞ്ചായത്തിനകത്ത് ഔദ്യോഗിക ചിഹ്നമില്ലാതെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ചിഹ്നമില്ലാതെ ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഇങ്ങനെ മത്സരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് ഒരു മതേതര ചേരിയും മറുപക്ഷത്ത് ഈ അർത്ഥത്തിലുള്ള ഒരു ചേരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ്. പൊന്മുണ്ടത്തിൻ്റെ മുൻകാല രാഷ്ട്രീയം, അതിൻ്റെ ചരിത്രമെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള അവർക്കടക്കമുള്ള പാർട്ടികൾക്ക് പാർട്ടി നേതൃത്വം കൊടുത്ത മുന്നണികൾക്ക് മുൻകാലങ്ങളിൽ അവസരം തന്നപ്പോൾ 2005-ലും 1995-ലും പാർട്ടി ഇവിടെ ഡെലിവർ ചെയ്ത ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, പ്രോമിസുകളുണ്ട്, നിറവേറ്റിയ കുറേ യാഥാർത്ഥ്യമാക്കിയ നിറവേറ്റിയ വികസന പദ്ധതികളുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. പൊന്മുണ്ടത്ത് ഇവിടെ ഈ കൂട്ടുകെട്ടിനെതിരെ തീർച്ചയായിട്ടും ഒരു ജനകീയമായ ഒരു വികാരമുണ്ട്. ഭരണവിരുദ്ധമായ അത്ര പ്രധാനപ്പെട്ട നിലയിൽ ജനങ്ങൾക്കിടയിൽ അലയടിക്കുന്ന ഒരു വികാരം കൂടി നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധതയും ഈ കൂട്ടുകെട്ടിനെയും ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കാനാണ് ഇത്തരത്തിൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പൊന്മുണ്ടത്തെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം. നേരത്തെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഈ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ജനങ്ങളോട് ഉള്ള ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ് പ്രാദേശികമായി കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ, പ്രദേശത്തിൻ്റെ വികസനത്തെ മുൻനിർത്തി കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ പാർട്ടി അത് ചെയ്തിട്ടുണ്ട്. ഇത്തവണയും ആ ജനകീയ വികാരത്തിന്, അത്തരം ജനാഭിലാഷങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. എല്ലാ കാലത്തും ബാലികേറാമലയായ പൊന്മുണ്ടത്തെ മുന്നണി തർക്കം പരിഹരിക്കാൻ ഇക്കുറിയും കാര്യമായ നീക്കുപോക്കുകളൊന്നും ഉണ്ടായില്ല. മുന്നണി മര്യാദകൾ പോലും ലംഘിച്ചെന്നാണ് കോൺഗ്രസിനെക്കുറിച്ച് പൊന്മുണ്ടത്തെ ലീഗ് നേതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്മുണ്ടത്തെ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി പോലും ഉഡായിപ്പാണെന്ന് ലീഗ് ആരോപിക്കുന്നു. ദിവസം ഇവിടെ പൊന്മുണ്ടം ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ UDF-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്ലോക്ക് കമ്മിറ്റിയെ മലപ്പുറം ജില്ലാ DCC പിരിച്ചുവിട്ടതായിട്ട് കേട്ടു. അതിൻ്റെ ഒരു കത്തും നമ്മൾ കണ്ടു. പക്ഷേ ഇത് സത്യത്തിലൊരു ആളെ പൊട്ടീസാക്കുന്ന ഒരു പരിപാടിയാണ്. അതെന്നുവെച്ചാൽ ഒരു ഉടായ്പ പരിപാടിയാണ്. എന്നുവെച്ചാൽ ശരിക്കും ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ DCC സെക്രട്ടറിയും അതേപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ്, താനൂർ ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ്. അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ശരിക്ക് ആ സ്ഥാനത്തിരിക്കുന്ന അവരെയാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി എടുക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ പിന്നെ പൊന്മുണ്ടം ബ്ലോക്ക് കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് അതൊരു ഉടായ്പ പരിപാടി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കണുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയറായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പാണ്: പൊന്മുണ്ടത്തെ ലീഗും കോൺഗ്രസും ഒരു പറമ്പിൽ ഒന്നിച്ചു ചേരില്ല. എവിടെയൊക്കെ മുന്നണിയിൽ തർക്കമുണ്ടാകുമ്പോഴും അച്ചടക്കത്തിന്റെ വാളോങ്ങിയും മറ്റും നിലയ്ക്കു നിർത്തുന്ന ലീഗും കോൺഗ്രസും പക്ഷേ ഇവിടെ അക്കാര്യത്തിൽ പരാജയപ്പെടും. പതിവ് പോലെ ഇക്കുറിയും സമവായം പാളി. മുന്നണി സംവിധാനം പൊളിഞ്ഞതോടെ വികസനമില്ലായ്മയും അഴിമതിയുമൊക്കെയായി കോൺഗ്രസും വിശ്വാസവഞ്ചന പറഞ്ഞ് ലീഗും ആരോപണ പ്രത്യാരോപണങ്ങളിൽ സജീവമാണ്. മുന്നണിയില്ലാതെ മത്സരിച്ച കഴിഞ്ഞ തവണ ലീഗിന് 12-ഉം കോൺഗ്രസിന് 4 അംഗങ്ങളാണ് കിട്ടിയത്. CPIM അടക്കം മറ്റു കക്ഷികൾക്കൊന്നും പ്രതിനിധികളില്ല. പഞ്ചായത്തിലെ ഈ അനൈക്യം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിരുന്നു. താനൂർ സീറ്റ് നഷ്ടമായി. ഈ ചാനൽ ന്യൂസ്, തിരൂർ. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോൾ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.